അഭിഷേക്, കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ നടുക്കിയ വലിയൊരു വിമാന ദുരന്തം ഉണ്ടാകുന്നത്. ദുരന്തത്തിൽ ഏകദേശം 290 പേര് മരിച്ചു എന്നാണ് കണക്കുകൾ വരുന്നത്. അതിനകത്ത് എത്രത്തോളം വ്യക്തതയുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ അതിനകത്ത് ഒരാളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. എമർജൻസി എക്സിറ്റ് വഴി ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ശരിക്കും എന്തായിരുന്നു ആ ഒരു സംഭവം? 241 യാത്രക്കാരുമായി ലണ്ടനിലെ ഗാറ്റ്വിക് നഗരത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനമാണ് ഇന്നലെ അവിചാരിതമായിട്ട് അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നയുടനെ സമീപത്തെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക്, അതൊരു BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. ഈ വിമാനത്തിൽ 241 യാത്രക്കാരും ഈ ഹോസ്റ്റലിലേക്ക് തകർന്നു വീണുണ്ടായ തീപിടുത്തത്തിലും മറ്റ് ആഘാതങ്ങളിലുമാണ് ഈ മരണസംഖ്യ 290 കടന്നിരിക്കുന്നുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ദുരന്തത്തിൽ രാജ്യമാകമാനം ഒരു ഞെട്ടലും അനുശോചനവുമൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ വിമാന ദുരന്തവുമായിട്ട് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അത് എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? അടുത്ത കാലത്തായൊന്നും ഇത്തരത്തിൽ ഇത്ര വലിയൊരു വ്യോമ ദുരന്തം സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത് എന്തെങ്കിലും അട്ടിമറി ശ്രമമാണോ? പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഒഴിഞ്ഞ് ഏകദേശം ശാന്തമായ പ്രദേശം, ഗുജറാത്തൊക്കെ പാകിസ്ഥാനുമായി അതിരി പങ്കിടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു ദുരന്തം അത്തരത്തിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യതകളുണ്ടോ എന്നുള്ള രീതിയിലേക്കൊക്കെ വ്യാഖ്യാനങ്ങളുണ്ടാകും. അപ്പോൾ കൃത്യമായൊരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇതെന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ ഒന്നെങ്കിൽ ഒരു പക്ഷി വന്നിടിച്ചാൽ സംഭവിക്കാം, അല്ലെങ്കിൽ പൈലറ്റിനുണ്ടാകുന്ന പിഴവ്. ഇപ്പോൾ ഒരുപാട് ചാനലുകളിൽ പറയുന്നത് കേട്ടു, ഈ വിമാന ജീവനക്കാരെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ 1:38 അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 241 യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനം. ഈ ഒരു വിമാനം ഏകദേശം എയർഫീൽഡിലേക്ക് കയറി 40 സെക്കൻഡിനുള്ളിൽ തന്നെ ആ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു മെയ്ഡേ സന്ദേശം എന്ന് പറയുമ്പോൾ വിമാനത്തിൽ പെട്ടെന്ന് അത്യാഹിതമായി എന്തെങ്കിലും, ഒരു അടിയന്തിരമായി എന്തെങ്കിലും സന്ദേശം ഈ സെൻറ്ററുമായി, വ്യോമ കേന്ദ്രവുമായി അറിയിക്കാനായിട്ടാണ് പൈലറ്റ് ഇത്തരത്തിലൊരു അപകട സന്ദേശം പുറപ്പെടുവിക്കുന്നത്. അത്തരത്തിൽ 3 തവണ മെയ്ഡേ എന്ന് ഈ പൈലറ്റ് ഈ കൺട്രോൾ റൂമുമായിട്ട് സന്ദേശം കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഈ സന്ദേശം കൈമാറിയതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ഈ വിമാനത്തിന് കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും അതിനുശേഷം 4 മിനിറ്റോളം ആ ഒരു എയർഫീൽഡിൽ നിന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇങ്ങനെ പറന്നുയർന്ന വിമാനം പിന്നീട് താഴേക്ക് വരികയും സമീപത്തെ ഈ മേഘാനി നഗറിലെ BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മെസ്സിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. ഇതിൽ രക്ഷപ്പെട്ടിരിക്കുന്നത് ഒരേ ഒരാളാണ്, വിശ്വകുമാർ രമേശ് എന്ന 34 വയസ്സുകാരനായ അയാളൊരു ബ്രിട്ടീഷ് പൗരനാണ്. ഇന്ത്യൻ ജന്മന ഇന്ത്യൻ ആണെങ്കിലും അയാളൊരു ബ്രിട്ടീഷ് പൗരനാണ്. ഇദ്ദേഹം ഈ വിമാനം ഇത്തരത്തിലൊരു അപകടത്തിൽ പെട്ടു എന്നൊരു തോന്നലിൽ ആ ഒരു വിമാനത്തിൽ നിന്ന് തീപിടിക്കുന്നതിന് മുൻപേ എടുത്ത് ചാടിയതാണ്. അങ്ങനെ ഇയാൾ താഴേക്ക് പതിക്കുകയും ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ വരുന്നത്, ഇതിന് പിന്നിൽ എന്തെങ്കിലും അട്ടിമറി ശ്രമങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജീവനക്കാരെ ആരെങ്കിലും സ്വാധീനിച്ചുണ്ടാക്കിയ അപകടമാണോ? ഇത് പ്രത്യേകിച്ചും ഈ എയർ ഇന്ത്യയുടെ ഒരു വിമാനം 787 എന്ന ബോയിങ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. എന്നാൽ ഇത് വ്യാപകമായിട്ട് ടാറ്റയ്ക്കെതിരെയുള്ള ഒരു ആയുധമാക്കി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞയിടെയാണ് സ്റ്റുഡിയോ ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടന്നത്. അപ്പോൾ പെട്ടെന്ന് വീണ് കിട്ടിയ ഒരവസരം, എയർ ഇന്ത്യ ഒരു വിമാനം, അതിൽ എത്ര പേർ മരണപ്പെട്ടു എന്നുള്ളൊരു ബോധ്യത്തിനപ്പുറം ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ടാറ്റയെയും ഒരു അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളായിട്ട് ഇതിനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ആരോപണമാണ് ഇവരെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രീം ലൈനർ സീരീസ്, ബോയിങ്ങിൻ്റെ 787 ഡ്രീം ലൈനർ സീരീസ് വിമാനം ഏറെ കാലപ്പഴക്കം ചെന്നതാണ്. അതിനു മുൻപ് ഇത്തരത്തിൽ കേടുപാടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു വിമാനമാണ് വീണ്ടും മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് സർവീസിന് ഉപയോഗിച്ചത് എന്ന രീതിയിൽ വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലെ നിജസ്ഥിതി പരിശോധിച്ചാൽ ഈ ഡ്രീം ലൈനർ സീരീസ് എന്ന് പറയുന്നത് 2013 ബോയിങ് കമ്പനി പുറത്തിറക്കിയതാണ്. ആ ഒരു വർഷമാണ് അതിൻ്റെ ലോഞ്ച് ഇയർ. 2013 ഡിസംബറിലാണ് ഇതിൻ്റെ ആദ്യത്തെ പറക്കൽ. ബോയിങ് ഈ ഒരു വിമാനം ആദ്യമായിട്ട് പറത്തുന്നത്. അതിനുശേഷം എയർ ഇന്ത്യയുടെ കയ്യിലേക്ക് ഇത് വരുന്നത് 2014 ജനുവരിയിൽ തന്നെയാണ്. പൊതുവെ വിമാനത്തിൻ്റെ കാലപ്പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം
മണിക്കൂറാണ്. 1,00,000 മണിക്കൂറാണ് സാധാരണഗതിയിൽ ഒരു യാത്രാ വിമാനം, യാത്രക്കാരുമായി സഞ്ചരിക്കേണ്ട ഒരു യാത്രാ വിമാനം സാധാരണഗതിയിൽ ഉപയോഗിക്കുക 30 വർഷത്തോളമാണ്. അത് നിർമ്മിച്ച് അത് കണ്ടീഷൻ ചെയ്ത് അത് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു 30 വർഷത്തോളം സുഗമമായിട്ട് അത് മുന്നോട്ട് പോകും. അതിനുശേഷവും ആ വിമാനം ഉപയോഗിക്കാൻ പറ്റും. നല്ല രീതിക്ക് അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് കാർഗോ സേവനങ്ങൾക്കായൊക്കെ ഈ വിമാനം പ്രയോജനപ്പെടുത്താൻ പറ്റും. അതിനുശേഷവും ഇത് പൂർണ്ണമായും യാത്രയ്ക്കും കാർഗോ സേവനങ്ങളുടെ ചരക്ക് നീക്കത്തിനുമൊക്കെ ഉപയോഗശൂന്യമായി എന്നുള്ള അവസരത്തിലാണ് അതൊരു പൊളിക്കുക എന്ന തരത്തിലേക്ക്, ഡീകമ്മീഷൻ ചെയ്യുന്ന തരത്തിലേക്കൊക്കെ മാറുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ 2014 എയർ ഇന്ത്യ വാങ്ങിയൊരു വിമാനം താരതമ്യേന ഒരു പുതിയ വിമാനം തന്നെയാണ്. അതിന് 11 വർഷത്തെ മാത്രം പഴക്കമുള്ളൊരു വിമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൻ്റെ കാലപ്പഴക്കം ഈ ഒരു അപകടത്തിൽ ഒരു കാരണമായിട്ടില്ല. ഈ വിമാനത്തിന്, ഈ ഒരു ബോയിങ് ഫ്ലൈറ്റിന് എല്ലാ വിമാനങ്ങൾക്കും 2 എഞ്ചിനാണുള്ളത്. അപ്പോൾ ഈ 2 എഞ്ചിനുകളിലേക്കും ഒരേ സമയം പക്ഷി വന്നിടിച്ചാലേ ഈ ഒരു അപകടത്തിന് സാധ്യതയുള്ളൂ. ഒരു എഞ്ചിനിലേക്ക് ഒരു പക്ഷി വന്നിടിച്ചാലും മറ്റേ എഞ്ചിൻ പ്രവർത്തനക്ഷമമാണ്. അത് പ്രവർത്തിക്കുന്നത് കൊണ്ട് വലിയ ഒരു ദുരന്തത്തിൽ കലാശിക്കാതെ ആ ഒരു വിമാനം ഒരു പക്ഷേ ലാൻഡ് ചെയ്യിക്കാൻ പൈലറ്റിന് സാധിക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പറന്നുയർന്ന ഉടനെ എന്തോ ഒരു അജ്ഞാത ശബ്ദം കേട്ടുവെന്ന് ആദ്യഘട്ടത്തിൽ അവിടെ നിന്നിരുന്ന ദൃക്സാക്ഷികൾ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതിനകത്തുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൽ നിർണായകമായിട്ട് ഈ വിമാന ദുരന്തത്തിന് കാരണങ്ങൾ തീർച്ചയായും ഉണ്ടാകും. അത് ഓൾറെഡി ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും പരിശോധന വിധേയമാക്കും. ഈ കോക്പിറ്റിൽ നിന്നുള്ള DVR ദൃശ്യങ്ങളുണ്ട്, അതും തീർച്ചയായിട്ടും ഉടനെ തന്നെ സിവിൽ ഏവിയേഷൻ വീണ്ടെടുക്കും. അതും പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് ഈ പൈലറ്റിനെ സംബന്ധിച്ച് ഇദ്ദേഹം വളരെ പരിചയസമ്പന്നനായൊരു പൈലറ്റാണ്. കോ പൈലറ്റിനും 1000-ലധികം മണിക്കൂറുകൾ വിമാനം പറത്തി പരിചയമുള്ളതാണ്. ഈ വിമാനത്തിൻ്റെ പൈലറ്റുമാരുടെ ഒരു എക്സ്പീരിയൻസ് കണക്കാക്കുന്നത് ഇത്തരത്തിൽ അവരുടെ ഫ്ലൈയിങ് അവേഴ്സാണ്. ഒരു മധ്യവയസ്സിനോടടുത്തൊരു പൈലറ്റാണ്, സുമിത് അഗർവാൾ എന്നെന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് വിമാനത്തിൻ്റെ ഫസ്റ്റ് പൈലറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയധികം പരിചയമുള്ള, ഫ്ലൈറ്റ് പറത്തി എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്ക് ഉള്ള വിമാനം പറത്തണമെങ്കിൽ അതൊരു പക്ഷേ എന്തെങ്കിലും സാങ്കേതിക തകരാറുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പക്ഷി വന്നിടിച്ചതോ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ ഇത് രാജ്യാന്തര മാധ്യമങ്ങളിൽ ഈ വാർത്ത വരുമ്പോൾ, പ്രത്യേകിച്ച് 53 ബ്രിട്ടീഷ് പൗരന്മാർ കൊല്ലപ്പെട്ടു, ഇത്രയധികം ഒരു വിദേശ പൗരന്മാർ നമ്മുടെ രാജ്യത്ത് കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഏറെ നാളുകളായിട്ടൊന്നും അപൂർവമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനും ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ച് ബോയിങ് കമ്പനി അന്വേഷണം നടത്തുന്നു. അതുപോലെ തന്നെ ഈ വിക്ടിംസിൻ്റെ 7 പോർച്ചുഗീസുകാരും ഒരു കനേഡിയൻ പൗരനും 53 ബ്രിട്ടീഷുകാരുമാണ് ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മാതൃരാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തീർച്ചയായും നടത്തും. അപ്പോൾ സുതാര്യമായ ഒരു അന്വേഷണത്തിലൂടെ ഇത് ബോധ്യപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഇന്നലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ ഒരുപക്ഷെ ഈ പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ളവരായിരിക്കാം, അവരുടെ ഭാഗത്തു നിന്ന് വലിയ അഭിപ്രായ പ്രകടനങ്ങൾ, അവകാശവാദങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു വിമാനം തകർത്തിരിക്കുന്നത് പാകിസ്ഥാനാണ്, പാകിസ്ഥാനോട് കളിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്നൊക്കെയാണ്. പാകിസ്ഥാൻ ഇന്ത്യൻ എയർഫീൽഡിൽ പോയിട്ട് ഇന്ത്യയുടെ ആകാശത്ത് പോലും അതിനെ വരാൻ സമ്മതിക്കാത്ത ഒരു കാലം കഴിഞ്ഞിടെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇന്ത്യയിലൊരു വിമാനത്താവളത്തിൽ വന്ന് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ ഒരിക്കലും ഒരു ബാഹ്യശക്തിക്ക് സാധിക്കില്ല. ഇതിലെന്തെങ്കിലും അട്ടിമറി ശ്രമങ്ങളുണ്ടോ എന്നത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് രാജ്യത്തിനുള്ളിൽ തന്നെ ഇന്ത്യനിലായിട്ടുള്ള ശക്തികൾ എന്തെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടതാണ്. പിന്നീട് ഈ വിമാനത്തിൻ്റെ കാലപ്പഴക്കം, തീർച്ചയായും കാലപ്പഴക്കമല്ല, വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറുകൾ, അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൊട്ടാകെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അതെല്ലാം ഫേക്ക് ആണോ എന്നുള്ളത് വ്യക്തതയില്ല. പക്ഷെ വരുന്നതെല്ലാം വിമാനത്തിന് സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അതാണ് ഈ ഇടയ്ക്കാണ് ഈ സ്റ്റുഡിയോ ബഹിഷ്കരണം സംഭവിക്കുന്നത്. ടാറ്റയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് ഈ ഒരു അപകടം. അതിനൊരു ദുരന്തത്തെ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനെ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടതെന്നറിയില്ല. എന്നാലും ഇത് എയർ ഇന്ത്യ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വിമാന കമ്പനി ആയതിനാൽ തന്നെ ടാറ്റയുടെ ഒരു ഭാഗത്തു നിന്നുള്ള വീഴ്ചയായതിനെ ആഘോഷിക്കാൻ കുറച്ച് പേർക്ക്, അവരുടെ പേര് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഏകദേശം ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത് ടാറ്റയുടെ മുകളിലേക്ക് വെച്ച് കിട്ടാൻ
ഒരു താല്പര്യം. ഇപ്പോൾ ഇവരുടെ കുടുംബത്തിന് ടാറ്റ ഗ്രൂപ്പ് തന്നെ ഇതിൽ മരണപ്പെട്ട ഓരോ വിക്ടിംസിൻ്റെ കുടുംബത്തിനും 1 കോടി രൂപ സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എത്ര കോടി കിട്ടിയാലും ഒരാളുടെ മരണത്തിന് പകരമാകുന്നതല്ല. എന്നാൽ അത്രയും അടിയന്തരമായി ഇത്തരമൊരു കാര്യത്തിൽ ഇടപെടാൻ ടാറ്റ ഗ്രൂപ്പ് മുന്നോട്ട് വന്നു. അതോടൊപ്പം ഇക്കാര്യത്തിൽ സുതാര്യമായ അന്വേഷണം തീർച്ചയായും ഉണ്ടാവുമെന്നവർ ഉറപ്പുവരുത്തുന്നുണ്ട്. എയർ ഇന്ത്യ ആയാലും ബോയിങ് ആയാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഏജൻസികളായാലും ഇക്കാര്യത്തിൽ അമേരിക്കയുടെ അടക്കം സഹകരണം ഉണ്ടാവും ഈ അന്വേഷണത്തിൽ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള നിഗമനം സാങ്കേതിക തകരാറ് അല്ലെങ്കിൽ പക്ഷി വന്നിടിച്ച് ബേഡ് ഹിറ്റ് എന്നാണ് അതിന് സാങ്കേതികമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടില്ലെങ്കിൽ മറ്റ് അട്ടിമറി ശ്രമങ്ങളൊക്കെ ഉണ്ടോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചേക്കും.